ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോഴി പൊരിവറയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കോഴി പൊരിവറ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കോഴികൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടി കാട കോഴിയാണ്. അപ്പോൾ നമുക്ക് ഈ കാട കോഴിക്ക് പകരം സാധാരണ നമ്മുടെ നോർമൽ കോഴിയിലും ചെയ്യാവുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ആ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെനിക്ക് ഒരു കോഴിക്ക് വന്നിട്ട് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ 50 രൂപ വെച്ചിട്ടാണ് ഞാനിപ്പോൾ 5 കോഴി മേടിച്ചിട്ടുള്ളത്, കാടക്കോഴി. എന്നാൽ ശരി, ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. നമ്മുടെ ചിക്കനൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലി. ഞാനിപ്പോൾ ഒരു 7-8 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ, കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും അളവിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ 5 കോഴിക്കും അനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് പെരിഞ്ചീരകം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ 1 ടേബിൾ സ്പൂണും കുറച്ചുകൂടി കൂടുതലായിട്ട് പെരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട്. മുഴുവൻ പെരിഞ്ചീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് നിറയെ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർക്കുകയാണ്. ഈ കോൺഫ്ലോറിന് പകരം നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് എപ്പോഴും ഈ നോൺ വെജിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കോഴിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം കോഴിയിലൊന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് മാത്രമാണ് നമ്മളിതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള കോഴിയാണ്, ഒരല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ അളവിൽ ഒഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കണം. അതായത് 1 മണിക്കൂറെങ്കിലും വെക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രീസറിലല്ല, താഴെ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഇതങ്ങനെ ഇരുന്നിട്ട് ഈ മസാലയൊക്കെ ഈ കോഴിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയും കൂടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ മസാല കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ നമ്മളിലേക്ക് ചേർക്കണമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 മീഡിയം സൈസിലുള്ള സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. കാരണം ഇത് വീണ്ടും ഒരുപാട് സമയം ഇതിങ്ങനെ എണ്ണയിൽ കിടക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു വേവൊക്കെ അങ്ങ് മാറിപ്പോകും. അതിൻ്റെ പേരിൽ ഫസ്റ്റിൽ നമ്മൾ ലൈറ്റായിട്ടൊരു പച്ചമണം മാത്രം മാറിയാൽ മതിയാവും. ഇതുപോലെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മസാലകളും കൂടിയാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കനിൽ നമ്മൾ അത്യാവശ്യം മുളക് പൊടി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഇതിൽ കുറച്ച് മതിയാവും. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്.
ഇതുപോലെ 2 ടീസ്പൂൺ അളവിൽ കുറച്ചിങ്ങനെ എരിവ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മസാലയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ വേണം ഉണ്ടാകേണ്ടത്. നന്നായിട്ട് ഇങ്ങനെ വെന്ത് കളറൊക്കെ മാറി ഗോൾഡൻ കളറിലാകാൻ പാടില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കാടക്കോഴിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ചിക്കനെല്ലാം ഞാനിപ്പോൾ എടുത്ത് ഇങ്ങനെ നമ്മുടെ മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതൊന്നൊരു അടപ്പ് വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഈ മസാല കൂട്ടിലിട്ടിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് കുറച്ചധികം എണ്ണ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഞാനിതിപ്പോൾ ഒന്ന് അടച്ച് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊരിച്ചും കൂടി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം നല്ലതുപോലെ ലോയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, എങ്കിൽ പിന്നെ മസാല മാത്രം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോവും. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരു അല്പം പോലും വെള്ളം നമ്മളിലേക്ക് എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇപ്പോൾ നല്ല മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതല്ല കുറച്ചും കൂടി ഫ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു 5-10 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഈ കോഴിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ പൊരിച്ചെടുക്കുന്ന ആ ഒരു ഫീലായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു പകുതി നാരങ്ങയുടെ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫൈനലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഗരം മസാലയും കൂടിയാണ്. അപ്പോൾ ഈ ഗരം മസാല വന്നിട്ട് നമ്മൾ ഫസ്റ്റിലേ ചേർക്കുന്നതിനേക്കാളും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റിയാണ്. ഇതിൻ്റെ മണം കൊണ്ടിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു സ്പെഷ്യൽ മണത്തിലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഏത് കൊടിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.